ആ പാത്രത്തിന്റെ ഉള്ളിൽ ഒരു ചരാട്, ഒരു മിഷ്കാത്ത്, ആ മിഷ്കാത്തിന്റെ ചാലിൽ വെച്ച തിരി, അതിൽ ഒഴിച്ച സൈത്തൂനിന്റെ എണ്ണ, ആ തിരി കത്തുകയാണ്. ആ തിരി കത്തുമ്പോൾ അതിന്റെ പ്രകാശം ഈ പളുങ്കുപാത്രത്തിൽ തട്ടിയത് പ്രതിഫലിക്കും. അത് കത്തുന്നത് സൈത്തൂന്റെ എണ്ണ കൊണ്ടാണ്. സൈത്തൂന്റെ എണ്ണ കത്തിച്ചിട്ടില്ലെങ്കിൽ പോലും തിളങ്ങുന്ന എണ്ണയാണ്. അപ്പൊ അത് കത്തിക്കുകൂടി ചെയ്താൽ ആ എണ്ണ വെട്ടിത്തിളങ്ങും. ആ വെട്ടിത്തിളങ്ങുന്ന എണ്ണയിൽ നിന്നുള്ള പ്രകാശം അത് തട്ടുന്നത്, പ്രതിഫലിക്കുന്നത് ഈ പളുങ്കുപാത്രത്തിലാണ്. അപ്പോൾ അതിന്റെ പ്രകാശം ഇരട്ടിയായിരിക്കും. ആ പഴയ കാലഘട്ടത്തിൽ, വൈദ്യുതിയില്ലാത്ത ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിളക്കിന്റെ സൗന്ദര്യം നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. എന്തായിരിക്കും മനോഹാരിത, എത്ര മനോഹരായിരിക്കും. ശരിക്കതൊരു ലൈറ്റ് ഹൗസ് പോലെയായിരിക്കും. ഇപ്പൊ ലൈറ്റ് ഹൗസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കടൽ തീരങ്ങളിലൊക്കെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിന്റെ മധ്യത്തിൽ നന്നായിട്ട് ഗ്യാസിന് പ്രകാശിക്കുന്ന മാൻഡിൽ ഉണ്ടാവും. പക്ഷെ അതല്ല പ്രശ്നം. അത് പൊതുവെ നന്നായിട്ട് വെളിച്ചം വിതറുന്നതാണ്. അതിന്റെ പുറമെ അതിന്റെ ചുറ്റുഭാഗത്തും പളുങ്കിന്റെ ഗ്ലാസ്സാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ്. ആ ഗ്ലാസിൽ തട്ടിയാൽ 30-35 നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് ഈ ലൈറ്റിന്റെ, ഈ കത്തുന്ന മാൻഡിലിന്റെ പ്രകാശം കടലിലൂടെ പ്രവഹിക്കും. അതാണ് കടലിലൂടെ പോകുന്ന കപ്പൽക്കാർക്കൊക്കെ വെളിച്ചമാകുന്നത്. അപ്പൊ എത്രയാണ് അതിന്റെ പ്രകാശത്തിന്റെ സൗന്ദര്യം. അതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലുള്ള ഈമാൻ. അവന്റെ ഹൃദയത്തിന്റെ പളുങ്കു കൊട്ടാരത്തിനുള്ളിൽ അവന്റെ ഈമാൻ സൈത്തന്നേക്കാൾ ശോഭയാർന്ന എണ്ണ കൊണ്ട് കത്തിക്കപ്പെടുന്ന ജ്വലിക്കുന്ന വിളക്കാണ്. ആ വിളക്കിൽ നിന്നുള്ള പ്രവാഹത്തിന്റെ പ്രകാശം നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മീതെ വെളിച്ചമാണ്. മുഅ്മിനീങ്ങളുടെ പ്രകാശമാണ്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റിയ ആയത്താണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരി യൂഖദ് മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈത്തുഹാ യുളീ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ യഖ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഇനി ആ പ്രകാശം ഏറ്റുവാങ്ങിയ മുഅ്മിനീങ്ങൾ, ഹൃദയത്തിൽ ആ പ്രകാശം ഏറ്റുവാങ്ങിയ, പ്രകാശത്തിന്റെ മീതെ പ്രകാശവുമായിട്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ, അവരുടെ കർമാനുഷ്ഠാനത്തിന്റെ സൗന്ദര്യമാണ് ഇനിയുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുസ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാലി റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ മൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് ലാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. എന്താണ് ഖുർആൻ ആയത്തിന്റെ സൗന്ദര്യം? അല്ലാഹു തആല വർണ്ണിക്കാൻ തുടങ്ങിയാൽ അതിന്റെ സൗന്ദര്യത്തെ നമുക്ക് വിശദീകരിക്കാനാവില്ല. അത്രയും മനോഹരായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. കണ്ടോ, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, ഫീ ബുയൂത്തിൻ, വീടുകളിൽ. എങ്ങനെയുള്ള വീടുകളാണ്? അദിനല്ലാഹു അൻ തുർഫഅ, അതിനെ നിർമ്മിച്ചുണ്ടാക്കാൻ, അതിനെ കെട്ടിയുണ്ടാക്കാൻ അല്ലാഹു നിങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട്. അതിനെ വൃത്തിയാക്കാനും അതിനെ ശുദ്ധീകരിക്കാനും അതിനെ പരിപാലിക്കാനും അതിനെ കെട്ടിപ്പടുക്കാനും അല്ലാഹു നിങ്ങൾക്ക് അനുമതി തന്ന വീടുകൾ. വയസ്കറ ഫീഹാ ഇസ്മുഹു, അവിടെ അല്ലാഹുവിന്റെ നാമം വാഴ്ത്തപ്പെടാൻ, അല്ലാഹുവിന്റെ നാമം പറയപ്പെടാനും അല്ലാഹു അനുമതി നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ ഏതാണ് ആ വീട്? അല്ലാഹു നിങ്ങൾ വൃത്തിയാക്കണം, നിങ്ങൾ പരിപാലിക്കണം, എന്റെ നാമം അവിടെ ഉച്ചരിക്കപ്പെടണം എന്ന് പറഞ്ഞ വീടുകൾ ഏതാണ്?
അത് അള്ളാഹുവിന്റെ വീടുകളാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ പള്ളികൾ. പള്ളി എന്നാണല്ലോ പറയുന്നത്, പക്ഷെ അതിനല്ല പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. പള്ളികളിൽ നിന്ന് നേർക്ക് നേരെ പറഞ്ഞാൽ മതിയല്ലോ, അതിന് അറബി ഭാഷയിൽ പദം ഞായിട്ടൊന്നുമല്ല. ഫിൽ മസാജിദി എന്ന് പറഞ്ഞാ പോരെ, പള്ളികളിൽ നിന്ന് പറഞ്ഞാ പോരെ. പക്ഷെ അല്ലാഹു തആല അങ്ങനെ ഒന്നല്ല അത് പറഞ്ഞത്. ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ, അതിനല്ലാഹു അൻ തുർഫഅ, അതിനെ കെട്ടിയുയർത്താൻ വേണ്ടി അള്ളാഹു അനുമതി തന്നിട്ടുണ്ട്. വയുദ്കറ ഫീഹ ഇസ്മുഹു, അവിടെ അള്ളാഹുവിന്റെ നാമം വാഴ്ത്തപ്പെടാനും അള്ളാഹു അനുമതി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ യുസബ്ബിഹു ലഹു ഫീഹാ, ആ വീടുകളിൽ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും തഹ്ലീലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിൽ ഗുദുവ്വി വൽ ആസാൽ, ബിൽ ഗുദുവ്വി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരങ്ങളിലും. രണ്ട് പ്രധാനപ്പെട്ട ടൈമാണ് രാവിലെയും വൈകുന്നേരം. അപ്പൊ രാവിലെയും വൈകുന്നേരങ്ങളിലും ആ വിശുദ്ധമായ അള്ളാഹുവിന്റെ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റിജാലുൻ, പുരുഷന്മാർ, ആണുങ്ങളാണ് ആ പള്ളികളിലുള്ളത്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിനെ തൊട്ട് അവരുടെ കച്ചവടങ്ങളോ അവരുടെ കൊള്ളക്കൊളുക്കകളോ അവരെ അശ്രദ്ധരാക്കുന്നില്ല. എന്ത് കച്ചവടത്തിന്റെ കൊടും തിരക്കിലായാലും, ഏത് തിരക്ക് പിടിച്ച മാർക്കറ്റിലായാലും, രാവിലെയും വൈകുന്നേരങ്ങളിലും അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യാൻ വിശുദ്ധമായ പള്ളികളിൽ വരുന്നതിന് അവർക്ക് തടസ്സമില്ല. അതൊന്നും തന്നെ അവരെ അശ്രദ്ധരാക്കുന്നില്ല. അൻ ദിക്രില്ലാഹി വ ഇഖാമിസ്സലാഹ്, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിനെ തൊട്ടും അള്ളാഹുവിന് നിസ്കാരം നിലനിർത്തുന്നതിനെ തൊട്ടും വ ഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കുന്നതിനെ തൊട്ടും അവരുടെ കച്ചവടങ്ങളോ അവരുടെ കൊള്ളക്കൊടുക്കകളോ അവരെ അശ്രദ്ധരാക്കുന്നില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, യഖാഫൂന യൗമാ, ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരാണവർ. തതഖല്ലബു ഫീഹിൽ ഖുലൂബ്, ആ ദിവസങ്ങൾ ഹൃദയങ്ങളൊക്കെ അട്ടിമറിഞ്ഞു പോകും. വൽ അബ്സാർ, കണ്ണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകും. ബേജാറായി വെപ്രാളപ്പെട്ട് കണ്ണ് നിയന്ത്രിച്ചാൽ നിൽക്കില്ല, ഖൽബ് നിയന്ത്രിച്ചാൽ നിൽക്കില്ല. അതെല്ലാം താളം മറിഞ്ഞു പോകുന്ന ഭയാനകമായ അന്ത്യനാളിന്റെ ഒരു ദിവസത്തിന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്ന പുരുഷന്മാരാണവർ. പള്ളികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് കണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ പള്ളികൾ. ആ പള്ളികളിൽ രാവിലെയും വൈകുന്നേരവും ദിക്ർ ചൊല്ലാൻ നിസ്കരിക്കാനും പുരുഷന്മാരുണ്ടാവും, ആണുങ്ങളുണ്ടാകും.